KSRTC റിസർവ് കണ്ടക്ടർ തസ്തികയിലേക്ക് 50,000 പേരുൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചത്. നിലവിൽ 9,000-ഓളം ഒഴിവുകളുണ്ട്. എന്നാൽ ഈ പട്ടിക തഴഞ്ഞ് എംപാനൽ കണ്ടക്ടർമാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നതായാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. KSRTC യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ വോട്ടവകാശമില്ലാതിരുന്ന എംപാനൽ കണ്ടക്ടർമാർക്ക് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചിരുന്നു. ഇവർക്ക് സ്ഥിരനിയമനം നൽകാമെന്നും യൂണിയൻ നേതാക്കൾ വാഗ്ദാനം ചെയ്തു. ഇതേ നേതാക്കൾ എംപാനൽ കണ്ടക്ടർമാരിൽ നിന്നും കോഴ വാങ്ങി PSC ലിസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. യാതൊരു വിവരവുമില്ലാത്ത, യാതൊരു യോഗ്യതയുമില്ലാത്ത കുറേയധികം 12,000 കണ്ടക്ടർമാര് കേരളത്തിലെ KSRTCയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെ പിരിച്ചുവിടണം. രാവിലെ പകലാക്കി പഠിച്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ലിസ്റ്റ് വന്ന ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കുവാനുള്ള ബാധ്യത KSRTC കാണിക്കണം. 9,000-ഓളം ഒഴിവുകളുണ്ടെന്നായിരുന്നു KSRTC ആദ്യം PSCയിൽ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോഴുള്ളത് 3,000 ഒഴിവുകൾ മാത്രമാണെന്നാണ് KSRTCയുടെ വാദം. ഇത് എംപാനൽ കണ്ടക്ടർമാരെ അനധികൃതമായി സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. KSRTCയുടെ ഈ നിലപാടിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ.